നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരത് മിഷൻ പദ്ധതിയിലെ മൂന്നാം ഘട്ട വിമാന സർവീസുകൾ സൗദിയിൽ ബുധനാഴ്ച ആരംഭിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കും, ദമാമിൽ നിന്നും കണ്ണൂരിലേക്കും, ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്കുമാണ് ബുധനാഴ്ചയിലെ എയർ ഇന്ത്യ സർവീസുകൾ. രാവിലെ 11:20 റിയാദിൽ നിന്നും പുറപ്പെടുന്ന വിമാനം വൈകുന്നേരം 6:45 കോഴിക്കോട്ടെത്തും. ദമാമിൽ നിന്നും രാവിലെ 11:30 പറന്നുയരുന്ന വിമാനം വൈകുന്നേരം 6:20 കണ്ണൂരിലെത്തുക. ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനം രാവിലെ 11 മണിക്ക് പുറപ്പെട്ട് വൈകുന്നേരം 6:50 കൊച്ചിയിലെത്തുക. ജിദ്ദയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ 405 യാത്രക്കാർക്കും ദമാമിൽ നിന്നും കണ്ണൂരിലേക്കുള്ള വിമാനത്തിൽ 319 പേർക്കും അവസരം ലഭിച്ചു. എന്നാൽ റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് ചെറിയ വിമാനം ഉപയോഗിച്ചാണ് സർവീസ്. ഈ വിമാനത്തിൽ 149 പേർക്ക് മാത്രമാണ് അവസരമെന്നാണ് റിപ്പോർട്ടുകൾ. റിയാദിൽ നിന്നും ഡൽഹിയിലേക്ക് ഇന്ന് മറ്റൊരു സർവീസ് കൂടിയുണ്ട്. ഉച്ചയ്ക്ക് 2:30 പുറപ്പെടുന്ന ഈ വിമാനം രാത്രി 9:25 ഡൽഹിയിലേക്ക് എത്തുക. മുഴുവൻ വിമാനത്തിലേക്കും തെരഞ്ഞെടുത്ത യാത്രക്കാർക്കുള്ള ടിക്കറ്റ് വിൽപ്പന പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. വ്യാഴാഴ്ച റിയാദിൽ നിന്നും കണ്ണൂരിലേക്കും, ദമാമിൽ നിന്നും കൊച്ചിയിലേക്കും, ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കും സർവീസുകളുണ്ട്. മെയ് 7 മുതലാണ് എയർ ഇന്ത്യയും ഉപകമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസും വന്ദേ ഭാരത് മിഷന് കീഴിൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിച്ചത്. അതേസമയം വിമാനമാർഗം കേരളത്തിലെത്തിയവരുടെ എണ്ണം 1,50,000 കവിഞ്ഞു. അതിനിടെ സൗദിയിലെയും ദമാമിലെയും നിലവിലെ ടിക്കറ്റ് വിൽപ്പന രീതിയിൽ വ്യാപകമായ പരാതിയുമായി യാത്രക്കാരും രംഗത്തെത്തി. ഗർഭിണികൾ അടക്കമുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം പൊരിവെയിലത്ത് ക്യൂ നിന്നതിനു ശേഷമാണ് ടിക്കറ്റുകൾ ലഭ്യമാകുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആരോപണം. ടിക്കറ്റ് കൗണ്ടറിലെത്തുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് പലരെയും ടിക്കറ്റ് നിഷേധിച്ച് മടക്കി അയക്കുന്നതായും ആക്ഷേപമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.